ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ലൈറ്റ് ആൻഡ് ലൈഫ് പ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം MDMA പറ്റിയാണ്. MDMA നമ്മളിപ്പം ന്യൂസിലൊക്കെ ഭയങ്കര വൈറലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. വാട്ട് ഈസ് MDMA? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വളരെ ബ്രീഫായിട്ട് നമുക്ക് അതെന്താണെന്ന് പരിശോധിക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. MDMA എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം 3,4-methyl-dioxy methamphetamine ആണ്. ഈ MDMAക്ക് അകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ആംഫിറ്റമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കഫീൻ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എക്സ്റ്റസി എന്ന് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി MDMA ആക്ട് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എൻഹാൻസ് ചെയ്യുകയാണ്. സോ നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഇൻ ബിറ്റ്വീൻ ദി ടു ന്യൂറോൺസ്, പോസ്റ്റ് ആൻഡ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസ് എന്ന് പറയും. സോ ഇതിന്റെ ഇടയ്ക്കുള്ള സിനാപ്റ്റിക് ക്ലഫ്റ്റിനകത്താണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്ച്വലി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മൂഡ്സ് ആയിട്ടുള്ള ഹാപ്പി, സാഡ്, ഡിപ്രഷൻ, അങ്ങനെയുള്ള ലവ്, ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ജനറലി നമ്മുടെ ബോഡിയിൽ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, അതുപോലെ തന്നെ ഡോപ്പമിൻ ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താണ് ആക്ച്വലി MDMA ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറച്ചുകൂടെ പിടിച്ചു വെക്കും. ഈ ന്യൂറോൺസിന്റെ ഇടയ്ക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്നിരുന്നാൽ തന്നെ നമ്മുടെ ആവേഗങ്ങൾ, ഇമ്പൾസ് പരസ്പരം കണക്ട് ചെയ്ത് പോകും. സെറട്ടോണിൻ നമ്മുടെ ബോഡിയിൽ റിഫ്ലെക്സ്, ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി, ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സെറട്ടോണിൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ ഫോൾ ഇൻ ലവ്, അതായത് ഒരു പ്രണയത്തിലാവുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രധാനമായിട്ടും കാണാം നമ്മുടെ സെറട്ടോണിന്റെ ഉത്പാദനം കൂടുകയാണ്. ഒരു പ്രണയത്തിലാവുക, ഇഷ്ടത്തിലാവുക എന്ന് പറയുമ്പോൾ സെറട്ടോണിൻ ലെവൽ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് സെറട്ടോണിൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാപ്പി ആവുക. ആക്ച്വലി MDMAs ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൂടുതൽ അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക, റീടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ, അതായത് സെറട്ടോണിൻ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ആക്ച്വലി. സോ അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിചാരിച്ചാൽ, സെറട്ടോണിന്റെ കൂടുതൽ സെറട്ടോണിൻ, നമുക്ക് വേണ്ടതിനൊക്കെ അളവിൽ ഒത്തിരിയുള്ള സെറട്ടോണിൻ നമുക്ക് അവിടെ ലഭിക്കും. അങ്ങനെ ലഭിക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമുക്ക് നോർമലി നമ്മുടെ ബോഡിക്ക് സെറട്ടോണിൻ ഉണ്ട്, അപ്പോൾ നമുക്ക് കൂടുതൽ എൻഹാൻസ്ഡ് മോഡിലേക്ക്, നമ്മൾ ഒരു ആക്ടിവേറ്റഡ് മോഡിലേക്ക് നമ്മൾ മാറും. ഇങ്ങനെ ആക്ടിവേറ്റഡ് മോഡിലേക്ക് മാറുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വിഗറസ് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കും. നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഗുഡ് മോഡിലേക്ക് നമ്മൾ മാറും. ഒരു 3 to 8 hours ആണ് ഇതിന്റെ ഒരു വർക്കിംഗ് അവേഴ്സ്. അതായത് നമ്മൾ MDMA നമ്മൾ വിളിച്ചതിന് 3 to 8 hours നമുക്ക് ഇതിന്റെ ഒരു വാലിഡിറ്റി കിട്ടും. അപ്പൊ ഇത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നേരെ റിവേഴ്സ് പോകും. നേരെ റിവേഴ്സ് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണോ എത്രമാത്രം ഇൻക്രീസ് ആയ അത്രമാത്രം ബോഡി ഇതിനെ റിടേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തോളാം. അപ്പൊ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഡിപ്രസീവ് മൂഡിലേക്ക് അല്ലെങ്കിൽ ആങ്ഷ്യസ് മൂഡിലേക്ക്, സാഡ് മൂഡിലേക്ക് പോയിട്ട് നമ്മൾ വീണ്ടും ബോഡി വെറുമില്ല വേസ്റ്റ് ഒരു കണ്ടീഷനിലേക്ക് മാറും. ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു ലോ എനർജി ലെവലിലേക്ക് മാറും. ഞാൻ പറയുന്നത് ഒരു 8 hours കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ലോ എനർജി ലെവലിലേക്ക് മാറും. അതുപോലെ സാഡ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ടയേർഡ്നെസ്, ഇങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ടേക്ക് ചെയ്യണം എന്നൊരു താല്പര്യം വരും. നമ്മൾ സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ആയിട്ടുള്ള ഡ്രഗ് എടുത്തുകൊണ്ട് നമ്മുടെ നോർമൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബോഡിയെ കൂടുതൽ ഒരു അഗ്രസീവ് മോഡിലേക്ക് മാറ്റുന്നത് ഒട്ടും ബോഡിക്ക് നല്ലതല്ല. അത് പിന്നെയും നമ്മൾക്ക് അതിനെ ദോഷം ചെയ്യും. പക്ഷേ ഈ MDMA ഡ്രഗ്സ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യും, നമ്മൾക്ക് ഇതിനൊരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസീസ്, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് സെറട്ടോണിൻ ലോ ഉള്ള ആളുകളിൽ ഇത് സെറട്ടോണിൻ കൂടുതൽ ഉത്പാദനത്തിന് കാരണം. പക്ഷേ ഇതാണ് MDMAയുടെ ആക്ച്വലി ആക്ഷൻ. ഇറ്റ് മേ കോസ് ബ്രെയിൻ ഡാമേജസ് എന്നാണ് നമ്മൾ സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു കാലഘട്ടത്തിൽ യൂത്ത് ജനറേഷൻ, അഡോളസെന്റ് ഏജിലുള്ള കുഞ്ഞുങ്ങൾ അറിയാതെ ഇതിന്റെ വലിയ ചാടുന്നുണ്ട്. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഡ്രഗ്. സോ MDMA നമ്മൾ യൂസ് ചെയ്യുകയോ അതിന്റെ പ്രൊമോഷൻ നമ്മൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യരുത്. ഇതൊരിക്കലും ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു ഡ്രഗേ അല്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഇതിന്റെ അപകടം എത്രമാത്രം മനസ്സിലാക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ ബൈ.